ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തു, വ്യക്തിഹത്യ. ഞാൻ ആളുകളുടെ പുറകെയാണ് ഹിഡൻ ക്യാമറ വെച്ചിട്ട് ഡ്രിങ്ക് ചെയ്യുന്നത്. യെസ്, ഐ ഡു ഡ്രിങ്ക് എടുക്കാറുണ്ട്. കേട്ടില്ലേ, ഐ ഡു ഡ്രിങ്ക്. പുള്ളിക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട്, പുള്ളിക്കാരി കഴിക്കുന്നില്ല. കാരണം ഞാനത് കണ്ടിട്ടുണ്ട്, പേഴ്സണലി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മദ്യം മേടിച്ച് കൊടുക്കാറുമില്ല, അതിന് സപ്പോർട്ടും ചെയ്യാറില്ല. അതുകൊണ്ടല്ല ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വരും. അടിച്ചു കഴിഞ്ഞാൽ ഞാനെന്തോ വലിയ രാജാവാണ്, ഞാനെന്തോ വലിയ സംഭവം എന്നുള്ള ലെവലിൽ വന്ന് നമ്മളോട് പറയും. ഒന്ന് പറഞ്ഞ് രണ്ടിന് മായും പൂവും കൂട്ടി തെറി വിളിക്കും, അടിക്കുകയും ചെയ്യും. എന്നെ അടിച്ചിട്ടുണ്ട്, വേറെയുള്ളവരെ അടിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ അടിച്ചിട്ടുണ്ട്, പേഴ്സണലി എന്നെ അടിച്ച എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ ഭാര്യ വരെ അന്ന് ഒത്തിരി സങ്കടപ്പെട്ടു. അപ്പോൾ ഈ തിരിച്ചന്ന് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ആളൊരു ലേഡി സോഷ്യൽ മീഡിയ നിൽക്കുന്നത്, ഇവരെ കുടുംബം ഇപ്പം തന്നെ പറഞ്ഞിട്ടില്ല ഞാൻ തകർത്തു എന്നാണ് പറയുന്നത്. അത് ഞാൻ തകർത്തു. ഞാൻ ആക്ച്വലി ഇവരെ കുടുംബം ഞാൻ തകർത്താണ്. ഞാൻ 2018 തൊട്ടിട്ട് ഇങ്ങനെ കൂടെ ഇവരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണ്. അതിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തു, പിന്നെ റിസൈൻ ഇട്ടു. പിന്നെ ഞാൻ എൻ്റെതായ ബിസിനസ്സും കാര്യങ്ങളായിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഞാൻ തകർത്താണ് എനിക്ക് അന്നേ ആവാറുന്നില്ലേ. ഇതിന് ശേഷം ഇവർ തമ്മിൽ കച്ചറായി കഴിഞ്ഞിട്ടാണ് ഫിലോക്കാലെ ഫൗണ്ടേഷനിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതാർക്കും അറിയില്ല. അതിന് മുമ്പേ ഇവർ തമ്മിൽ പ്രശ്നത്തിൽ ഭയങ്കര വലിയ പ്രശ്നങ്ങളായി, കത്തിയെടുത്ത് കുത്തലും കാര്യങ്ങളൊക്കെ ഞാനൊക്കെ വരുന്നതിൻ്റെ മുമ്പാണ്. ഇത് ഇപ്പോഴത്തെ ഒരു ഓഡിയോ കടന്ന് പ്രചരിക്കുന്നത് പോലും ആക്ച്വലി ഈ അടുത്ത് നടന്നൊരു സംഭവം. ഇത് ഏകദേശം 1 മണിക്കൂറോളം ഇവർ വീട്ടിലിരുന്ന് ഭാര്യയും മക്കളും എല്ലാവരും പാടെ ഇരുന്ന് സംസാരിച്ചിട്ട് അതിൽ നല്ല ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ബ്രദർ മോശപ്പെട്ട് സംസാരിക്കുന്നത്, ചേച്ചി തെറി വിളിച്ചോ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ലാസ്റ്റത്തെ ഒരു ചെറിയ പോർഷൻ, അതായത് എന്നെ താറടിച്ച് കാണിക്കുക അല്ലെങ്കിൽ ബ്രദറിനെ താറടിച്ച് കാണിക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശമുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിലൊക്കെ ചോദിച്ച 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് മറുപടിയില്ല, അതിന് ഉത്തരമല്ല. കാരണം വെച്ചാൽ അവർ ആ ഒരു ബിൽഡിംഗ് മേടിച്ചതാണ് ബ്രദർ സാമ്പത്തികമായി ഒരു 1.5 കോടി വരുന്ന ബിൽഡിംഗ് അത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഫണ്ടിൽ നിന്ന് എടുത്ത് മറിച്ച് മേടിച്ചതാണ്. അത് ചോദ്യം ചെയ്തു, ഇഷ്ടപ്പെട്ടില്ല. കാരണം വെച്ചാൽ ഇനി അത് അവർ മേടിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതിൻ്റെയും ഓഡിയോ ഞങ്ങളത് എന്തിനു മേടിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ജസ്റ്റ് ഒന്ന് കേൾക്കാം നമുക്ക്. വീഡിയോസ് എല്ലാം നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിച്ചു. നിങ്ങൾ പറയുന്നുണ്ടാവും ഞാൻ മോഷ്ടിച്ചതിന് തെളിവ്. നിങ്ങൾ പറയുന്നുണ്ടോ ബനാന എടുത്ത്, ബനാന 35 ലക്ഷം രൂപ എന്റെ അനിയനെടുത്ത് 10 ലക്ഷം ഞാൻ കൊടുത്തു, ചിട്ടി പിടിച്ച പൈസ, ബാക്കി 15 ലക്ഷം രൂപ ഞാൻ പലിശ കൊടുത്തോണ്ടിരിക്കുക. അവൻ എന്ന് പൈസ കൊടുക്കുന്നോ അന്ന് അവൻ എനിക്ക് എന്റെ പേര് എഴുതി തരും. കേട്ടില്ലേ? അത് പുള്ളിക്കാരി പറഞ്ഞു, പുള്ളിക്കാരി എന്നെ മേടിച്ചിരിക്കുന്നത് അനിയൻ്റെ പേരിലാണ് മേടിച്ചിരിക്കുന്നത്. 10 ലക്ഷം രൂപ ചിട്ടി പിടിച്ച കൊടുത്തിരിക്കുന്നു പറഞ്ഞു. ഈ ചാലക്കുടിയിൽ KSFയിലാണ് ചിട്ടി കിടക്കുന്നത്. ചേച്ചിയുടെ പേരിൽ മാത്രമല്ല, ചേച്ചീൻ്റെ അപ്പൻ്റെ പേരിലുണ്ട്, അമ്മയുടെ പേരിലുണ്ട്, ചേച്ചിയുടെ നാത്തൂൻ്റെ പേരിലുണ്ട്, അനിയൻ്റെ പേരിലുണ്ട്, മക്കളുടെ പേരിലുണ്ട്, അനിയത്തിയുടെ മക്കളുടെ പേരിലും പല ബന്ധുക്കാരുടെ പേരിലുമായിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ചിട്ടിയുണ്ട്. ബ്രദറിനറിയാം ഇത് എങ്ങനെ അടയ്ക്കുന്നു, ഇവർക്ക് എന്താണ് അതിന് മാത്രം വരുമാനം.